അപ്പോൾ ടൈൽസ് ഓഫ് അധികിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആയപ്പോൾ അതുട്ടന് പുറത്ത് പോകണമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വാശി പിടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു നീ അവനെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് വാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ കൂട്ടിയിട്ട് പുറത്ത് പോവാണ്. മഴ വരുന്നുണ്ട്, വേഗം വേടാ, മഴയ്ക്ക് മുന്നേ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അവനെ വിളിച്ച് ഞാനും അവനും അങ്ങനെ പോയി. അല്ല ഗൈസ്, ടൈൽസ് ഓഫ് അധികിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പാടത്ത് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ സന്ധ്യ ആയപ്പോൾ പാടത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല സന്ധ്യയായ നല്ല കാറ്റും നല്ല രസമാണ് കാണാനൊക്കെ. അപ്പോൾ അതുട്ടിനെ പാടത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പാടത്ത് വന്നു. അദ്ദിക്കിനെ കാണിച്ചു തരാം കേട്ടോ. അതു അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നല്ല സൂപ്പർ കാഴ്ചകളാണ് കേട്ടോ. കണ്ടോ, നല്ല പാടം. ഇവിടെ കുറേ നേരം നമുക്കിങ്ങനെ സ്പെൻഡ് ചെയ്യാം. രണ്ട് പാടത്തോ. ഹായ്, താങ്ക് യു. ആണോ, എനിക്ക് തരാനാ? കാട്ടുപൂ പറിച്ച് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് കൊണ്ട് തന്നിരിക്കുകയാണ്. കണ്ട, ഇവിടെ നോക്കട്ടോ, സൂപ്പറാണ്. കണ്ടോ, വെള്ളമൊക്കെ പോണ്ട് ചാടണ കാണിച്ചു തരാം കേട്ടോ. ആ അവിടെ ഇറങ്ങണ്ട, നല്ല രസമാണ് കേട്ടോ. ചില സ്ഥലത്ത് മിക്ക ദിവസം നമുക്കിങ്ങനെ ഇവിടെ എന്നും വരാനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ ആളുകളുണ്ടാവും. ഇവിടെ ഇങ്ങനെ ചെക്കന്മാരൊക്കെ വന്നിങ്ങനെ നിറച്ചിരിക്കുന്നുണ്ടാവും. അവരിങ്ങനെ കളിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കും. നമുക്ക് അങ്ങനെ വരാൻ പറ്റില്ല. ഇന്നിപ്പോൾ ആരുമില്ല, മഴ വേറെ ഉണ്ട്. ഇവന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവ അങ്ങനെ ഇറങ്ങണ്ട, ഇങ്ങോട്ട് കയറിക്കോ. പാമ്പുണ്ടാവും, പാമ്പ്. അങ്ങോട്ട് കയറിക്കോ. നല്ല സീനറി അല്ലേ, സൂപ്പറല്ലേ. കണ്ട് അങ്ങ് ദൂരെ ഒരു മല ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മല ദൂരെ നല്ല രസമല്ലേ, അടിപൊളി. ഇവിടെ നിന്ന് നമുക്കിതാ ചെറിയൊരു ആട്ടിൻകുട്ടി നിൽക്കുന്നുണ്ട്. നോക്കടാ, അതും ആട്ടിൻകുട്ടി കണ്ടോ, ചെറിയൊരു ആട്ടിൻകുട്ടി ഉണ്ട്. അവിടെ ദൂരെ കുറേ പശുക്കളുണ്ട്. കണ്ടോ, നല്ല ഭംഗിയും മലയും വെള്ളപ്പോണൊക്കെ ഉണ്ട്. ദൂരേന്ന് വണ്ടി വരുന്നുണ്ട് കേട്ടോ പാടത്തു കൂടെ. ആ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ, സൂപ്പറാണ്. കണ്ടോ, ഇവിടെ ഒരു അടിപൊളി മരമുണ്ട്. ഈ മരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ മരത്തിൻ്റെ ഇവിടെ നല്ല തണലും. ഇവിടെ നമുക്ക് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കുറേ സമയം ഇരിക്കാൻ പറ്റും. അതിട്ടാ ഓടണ്ട. ഏറ്റവും സൂപ്പർ, എനിക്ക് കുറച്ച് ഇഷ്ടം ഈ മരമാണ് കേട്ടോ. കണ്ടോ, നല്ല രസമല്ലേ. ഇവിടെ നല്ല തണലാണ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്. കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് നമുക്കിവിടെ ഇങ്ങനെ കളിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. കുട്ടികൾക്ക് കുറേ പേരുണ്ടെങ്കിലൊക്കെ കുട്ടികൾക്ക്. രണ്ട് പാടോ? ഇനി രണ്ട് പാടൊക്കെ ഉണ്ടോ ഇവിടെ? ഇനി എവിടെയാ പാടം? അത് അച്ഛൻ വരുമ്പം കൊണ്ടുപോകും. ഇന്ന് മഴ വരണോ, വീട്ടിൽ പോണ്ടേ? ഗൈസ്, അതുട്ട് ഇവിടെ ഇരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അവനൊരു പേടിയൊന്നും ഇല്ല കേട്ടോ. ആ യദ്ദു, എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ കാറ് വരുന്നുണ്ട് കേട്ടോ. അതു ഗൈസ്, അതിന് പനിയായിരുന്നു കേട്ടോ. 2 ദിവസമായി സ്കൂളിൽ പോയിട്ട്. ഇന്ന് രാവിലെ നമ്മൾ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി. എന്നിട്ട് ഇപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ കുറച്ച് ഭേദമായി. അപ്പോൾ അവന് പുറത്തേക്ക് വരണം പറഞ്ഞു. അങ്ങനെ പുറത്ത് കൊണ്ടുവന്നതാണ് ഗൈസ്. ഇപ്പോൾ ഇതാ ഓടതാ ഓടും. ഏത് പൂ കിട്ടിയാലും എനിക്ക് കൊണ്ടുവന്ന് കാട്ടുപൂ തരില്ലാണ്. നീ എങ്ങടാ കയറിക്കോ, പോവാ, ബാഗിൽ കയറണ്ട. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കുറേ നേരത്തെ ഷോ കണ്ടിട്ട് പശു വരെ നമ്മളെ കുത്താൻ വന്നു ഗൈസ്. പശുവിനെ കാണിച്ചു തരാം. ഉണ്ടോ, പശു നമ്മളെ കുത്താൻ വേണ്ടി വാലൊക്കെ പോയി കയറി വരുന്നു. എടാ, നമ്മുടെ ഇവിടുത്തെ ഷോ കണ്ടിട്ട് പശു നമ്മളെ കുത്താൻ വേണ്ടി വരുന്നു. ഇതോ കയറണു കേട്ടോ. അതിട്ടോ, ഇപ്പൊ കയറും. അതാ പോണു. അവസാനം കയറാൻ പറ്റുന്നില്ല കേട്ടോ, പാവം. അത് തിരിച്ചു പോകണം. പുല്ല് കഴിക്കണുണ്ടോ? പുല്ല് ഉണ്ടോ? അതാ അടുത്ത പശു. അതാ നമുക്ക് നേരെ വരുന്നുണ്ട് ഗൈസ്, നമ്മളെ ഇടിക്കാൻ വേണ്ടിട്ട്. ആ, എന്റെ മുകളിൽ കിളി.
ഇടിക്കാൻ വേണ്ടിയിട്ട് പശുക്കൾ വന്ന് നിൽക്കുന്നുണ്ട്. അവര് നമ്മളോടുള്ള സ്നേഹം ദൂരെ നിന്ന പശുക്കളാണ് ഗൈസ്. നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനെ വന്നത്. നമ്മളെ കണ്ടിട്ടൊന്നുമല്ല, അവര് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി വന്നതാണെന്നാണ് തോന്നണത് കേട്ടോ. കണ്ടു നിറയെ പശുക്കൾ പശുക്കൾ പശുക്കൾ. ഗൈസ് പശുക്കളെല്ലാം റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ വരികയാണെന്നാണ് തോന്നുന്നത്. എല്ലാവരും എന്താ ഒന്നിച്ച് വരുന്നുണ്ട്. കണ്ടോ ഇതൊക്കെ റോഡ് അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോവാനാണ് ഇങ്ങോട്ട് വരണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ആർക്ക് റോഡ് കയറാൻ പറ്റുന്നില്ല. ഒരാൾ കയറാനൊക്കെ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അവർ സ്ട്രെയിറ്റ് പോവാണ്. അതാ പോണു. അവർക്ക് കയറാനല്ല കേട്ടോ, അവർ ഇങ്ങനെ അറ്റം വന്നിട്ട് നേരെ സ്ട്രെയിറ്റ് നടന്ന് പോവാണ്. കണ്ടോ അത് കഴിഞ്ഞ് ഇനി ഇങ്ങോട്ട് വരില്ല. ഇനി അവർ വീട്ടിലേക്ക് പോയി. അങ്ങനെ പശുക്കളൊക്കെ പോയി. ഇനി നമുക്ക് പോവാം. പശുക്കളൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇനി നമുക്ക് പോവാം. മഴ ചാറുന്നു, പോവാം. ടാറ്റ പറ. ഇവിടെ എവിടെ നമ്മള് വേറെ എവിടേക്കാണ് ഇനി പോണത്? ഇനി വേറൊരു പാടം. അങ്ങനെ പാടത്തുനിന്ന് ഞങ്ങൾ പോന്നു. വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. മഴ കാരണം ഒരു കടയുടെ സൈഡിലേക്ക് നിർത്തി. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ആശാൻ അപ്പം തന്നെ ഒരു കിൻഡർ ജോയ് വേണം പറഞ്ഞ് കിൻഡർ ജോയൊക്കെ മേടിച്ചിട്ടോ. അങ്ങനെ കിൻഡർ ജോയൊക്കെ മേടിച്ച് കുറേ നേരം നമ്മൾ ആ കടയുടെ സൈഡിൽ നിന്നു. കാരണം പുറത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ മാറി ഞങ്ങൾ വൈകാതെ വീടെത്തി. അപ്പോൾ ടാറ്റ ബേബി, സി യു.